Shlomo Mariam Malias Taibuzo Moramek Mubarak tu Atpaneshe Vambara Viro Dab Karse Mora Yeshu Mashiho O Mortu Mariam Besulto Yeme Daloho O Oilo Vayan Hato Ye Hosho Vab Kulayedo Vab Shosodmo ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആത്മീയ ജീവകാരുണ്യ പ്രസ്ഥാനമായ മാർ ബസേലിയോസ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ 15 നോമ്പിനോട് അനുബന്ധിച്ച് വെർച്വൽ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ സഭയിൽ ആയിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരും വന്യ വൈദിക ശ്രേഷ്ഠരും ഈ വിശുദ്ധ വചന ശുശ്രൂഷ നയിക്കുകയും ചെയ്യും. പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ വചന ശുശ്രൂഷ നാം ഏവരെയും പ്രത്യാശയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഈ കൺവെൻഷന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളേവരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥത നാം ഏവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരും പരിപാലിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവനാ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊള്ളാം. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊള്ളാം. ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ. സൽപ്രവർത്തിക്കു ശക്തന്മാരാകുന്നു നാൾക്കുനാൾ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ. സൽപ്രവർത്തിക്കു ശക്തന്മാരാകുന്നു നാൾക്കുനാൾ. ദൈവമുഖ പ്രസാദം നിത്യം അവകാശം. ദൈവമുഖ പ്രസാദം നിത്യമവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവനാ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കാരുണ്യവാനായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. നാൾതോറും ഞങ്ങളെ വഴി നടത്തുന്ന ദൈവം നീയാകയാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. തിരുസന്നിധിയിലായിരുന്ന് നിന്റെ വചനങ്ങളെ ധ്യാനിക്കുവാനും മനനം ചെയ്യുവാനും നൽകുന്നതായിട്ടുള്ള നല്ല അവസരത്തിനായിട്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേൾക്കുന്നതായ വചനത്തെ ഞങ്ങളുടെ ഉള്ളിൽ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വിത്ത് പോലെ അവിടെ നാക്കി തീർക്കണമേ. ഞങ്ങൾ കേൾക്കുന്നതായ വചനം ഞങ്ങളുടെ ചിന്തകളെയും നിരൂപണങ്ങളെയും സ്ഫുടം ചെയ്യുന്നവയായി രൂപാന്തരപ്പെടുത്തണമേ.
ദൈവമായ കർത്താവെ, ഏറ്റവും ഫലപ്രദമായി സമയത്തെ വിനിയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾക്കായിട്ട് വചനത്തെ പങ്കുവയ്ക്കുന്ന അവിടുത്തെ അഭിഷിക്തന്മാരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. നിറവോടുകൂടെ നിന്റെ വചനത്തെ പ്രഘോഷിക്കുവാൻ അവരെ ബലപ്പെടുത്തണമേ. അവരുടെ ശുശ്രൂഷകളിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അനേകരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഉത്തമ ജീവിതത്തിന് സാക്ഷ്യമുള്ളവരായി തീരുവാൻ അവരെ ശക്തരാക്കണമേ. കർത്താവെ, സകല സൃഷ്ടിയെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ മഹാവ്യാധിയാൽ ക്ലേശിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. സൗഖ്യത്തോടുകൂടെ സൃഷ്ടി തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാനും സദാ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സംഗതിയാകണമേ. ഈ മഹാവ്യാധിയുടെ പൊറുതിക്ക് വേണ്ടി അല്പമായോ അധികമായോ പ്രയത്നിക്കുന്ന എല്ലാവരെയും ഈ രോഗത്തിൻ്റെ സൗഖ്യത്താൽ അവിടുന്ന് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. പലവിധ ഭാരങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അവർക്ക് ഗുണമുള്ള പ്രകാരവും തിരുഹിത പ്രകാരവും നിന്റെ മക്കളെ അവിടുന്ന് വഴി നടത്തണമേ. ബലഹീനരായ ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നവര്, ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവര്, ആരോരും പ്രാർത്ഥിക്കുവാനോ കരുതുവാനോ ഇല്ലാത്ത സകലരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവർക്ക് ഗുണമുള്ള പ്രകാരവും തിരുഹിത പ്രകാരവും അവരെ വഴി നടത്തണമേ. ഒരിക്കൽ കൂടി കൂടി വരവിനായിട്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ വചനത്തിൻ്റെ ശ്രവണം ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി തീരണമേ. നിന്റെ കൃപ ഞങ്ങളിലും ഈ വചനം പ്രഘോഷിക്കുന്നവരിലും വ്യാപരിക്കണമേ. പുതുക്കത്തോടുകൂടെ ഇവിടെ നിന്ന് കടന്നു പോകുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സംഗതിയായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും മുടക്കം കൂടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പരിശുദ്ധ ത്രിത്വനാമം മഹത്വപ്പെടട്ടെ. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് മഹാ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ജിജു അച്ഛൻ 45 വർഷത്തിലേറെയായി ജീവകാരുണ്യ രംഗത്തും സുവിശേഷ രംഗത്തുമൊക്കെ രജതരേഖയിൽ സഞ്ചരിക്കുന്ന കുവൈറ്റ് ബെസേലിയോസ് മൂവ്മെന്റിന്റെ സംഘാടകരെ, പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹത്തിൻ്റെ വന്ദനം. പ്രതിസന്ധികളുടെ പ്രഹേളികകളുടെ ഒരു കാലത്ത് പരിശുദ്ധ അമ്മയുടെ 15 നോമ്പ് ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മ വിചാരങ്ങൾ നമ്മുടെ മനസ്സിനെ തണുപ്പിക്കേണ്ട നാളുകളാണ്. വിശുദ്ധ അമ്മയോട് ഹൃദയവും മനസ്സുമൊക്കെ ചേർത്ത് പിടിക്കേണ്ട നാളുകളിൽ വിശുദ്ധ വചനത്തിൽ നിന്നൊരു തിരുവചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. പരിശുദ്ധനായ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ തിരുവചനമാണ്. അതിങ്ങനെയാണ്: അവൻ നിങ്ങൾക്കായി കരുതുന്നവരാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവരാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. Casting all your anxieties on him because he cares for you. കൂരിരുട്ടിൽ നിലാവ് പോലെ ഒരു വചനമാണത്. വരണ്ടയിടത്ത് പുതുമഴ പോലെ ഒരു വചനമാണത്. കൊടുംചൂടിൽ കുളിർകാറ്റ് പോലെ ഒരു വചനമാണത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ലാവണ്യം അഴിഞ്ഞൊഴുകുന്ന സുന്ദരമായൊരു വചനം: സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഈ വേദവാക്യം ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം, പരിശുദ്ധ അമ്മ ആരാണ്? ആകുലതകളെ അതിജീവിച്ച അലങ്കാര ഗോപുരമാണ് പരിശുദ്ധ മറിയം. ആകുലതകളെ അതിജീവിച്ച അലങ്കാര ഗോപുരമാണ് വിശുദ്ധ അമ്മ. ഇത് ആൻസൈറ്റി ന്യൂറോസിന്റെ കാലമാണ്. ജിജ്ഞാസാ രോഗത്തിന്റെ കാലമാണ്. മാനസിക സമ്മർദ്ദങ്ങളുടെ തമ്പുരാക്കന്മാരാണ് നാം ചിരി കളഞ്ഞുപോയവരാണ്. വലിയ മനുഷ്യരൊക്കെ വിഷാദ രോഗികളാകുന്ന കാലം. ചരിത്രം അങ്ങനെയാണ്. നാം വിചാരിക്കാത്ത ചിലരൊക്കെ ആത്മഹത്യകളിൽ അഭയം തേടുന്ന കാലം. ഒരുപാട് ചിന്താകുലങ്ങൾ മനസ്സിനെ മഥിക്കുന്ന ഒരു കാലം. അതുകൊണ്ടാണ് ഈ വാക്യം
സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ആകുലതകളെ അതിജീവിച്ച അലങ്കാര ഗോപുരമായ പരിശുദ്ധ മറിയത്തോട് ജീവിതത്തെ ചേർത്ത് പിടിക്കാൻ. അവസാനമായി തൊട്ടുമുമ്പ് നാം കേട്ടു ചിച്ചോരെ എന്ന ചലച്ചിത്രത്തിൽ കൂടെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ഭാരതത്തിന് സന്ദേശം നൽകിയ സുശാന്ത് സിംഗ് രജ്പുത് ആത്മഹത്യയിലേക്ക് വീണുപോകുന്നു. ചരിത്രത്തിൽ വിൻസെന്റ് വാൻഗോഗും ഏണസ്റ്റ് ഹെമിംഗ്വേയും ഹിറ്റ്ലറും ക്ലിയോപാട്രയും മാർക്ക് ആന്റണിയും നീറോ ചക്രവർത്തിയും തുടങ്ങി നമ്മുടെ മലയാളത്തിന്റെ പ്രസിദ്ധനായ കവി എനിക്ക് പാട്ടുപാടുവാൻ ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ മുരളി തകർന്നുപോയി എന്ന് പുലമ്പിക്കൊണ്ട് പൂമാല അണിഞ്ഞുകൊണ്ട് തൂങ്ങി മരിച്ച ഇടപ്പള്ളി രാഘവൻ പിള്ള വരെ, ഓമനെ വരുന്നു ഞാൻ വായന നിർത്തട്ടെ, ഈ മണിദീപാങ്കുരം ഞാൻ തന്നെ കെടുത്തട്ടെ എന്ന് പാടിക്കൊണ്ട് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയി. വല്ലാത്ത പ്രതിസന്ധികളും മാനസിക സമ്മർദ്ദങ്ങളും മനുഷ്യനെ ചരിത്രത്തിൽ മൂടിക്കളയുന്നുണ്ട്. അവിടെയാണ് വിശുദ്ധ വേദം നമുക്ക് തരുന്നൊരു സന്ദേശം. എന്തിനാണ് ഭയപ്പെടുന്നത്? സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അഴകോടെ ഓടിയെത്തുന്നൊരു ഭാഗം വിശുദ്ധ ലൂക്കോസ് 2:51 അവന്റെ അമ്മ ഈ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വേദനകളെ, സങ്കടങ്ങളുടെ നെരിപ്പോടുകളെ, കണ്ണീരിന്റെ അനുഭവങ്ങളെയൊക്കെ ഉള്ളിൽ സംഗ്രഹിച്ചു എന്ന് പരിശുദ്ധ മറിയത്തെക്കുറിച്ച്. ഹിസ് മദർ മേരി ട്രഷേർഡ് ഓൾ തിങ്സ് ഇൻ ഹർ ഹേർട്ട് എന്നാണ് പറയുക ഇംഗ്ലീഷ് പരിഭാഷയിൽ. ട്രഷേർഡ് എന്ന് പറഞ്ഞാൽ നിധി പോലെ സൂക്ഷിച്ചു. ട്രഷറി നിധി സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ജീവിത വേദനകളെ, ആത്മസംഘർഷങ്ങളെ, കഠോര വേദനകളെ നിധി പോലെ മനസ്സിൽ സൂക്ഷിച്ച ഒരമ്മ. അതുകൊണ്ട് ഈ ആത്മസംഘർഷത്തിന്റെ, മാനസിക സംഘർഷത്തിന്റെ നാളുകളിൽ പത്രോസ്ലീഹായെ പോലെ പറയാം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി. നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭാരങ്ങളുടെയും പരാതികളുടെയും മധ്യേ വൈ മീ? ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ? എനിക്കെന്താണ് ഇങ്ങനെ? വൈ മീ? എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ? ഭാരങ്ങളും പരാതികളും നമുക്ക് സഹജമാണ്. പുഴു ദൈവത്തോട് ചോദിക്കും അതിൻ്റെ ഭാഷയിൽ, ദൈവമേ എന്താണ് ഞാനിങ്ങനെ? എനിക്ക് ഒരു കാണാൻ ഭംഗിയില്ലാത്ത കേവലം ഒരു പുഴുവായി. പക്ഷെ ദൈവം തമ്പുരാൻ മറുപടിയായി പുഴുവിനോട് പറയും, ഞാൻ നിനക്ക് പുഴു, ഞാൻ നിനക്ക് 2 ചിറക് പണിതുകൊണ്ടിരിക്കുന്നു ശലഭമാകാൻ. മരം കൊത്തി ദൈവത്തോട് ചോദിക്കും, എനിക്ക് എന്തിനാണ് ഇത്ര ഭംഗിയില്ലാത്ത കൂർത്ത ചുണ്ടുകൾ? പക്ഷെ മരം കൊത്തിക്ക് പുഴുവിനെ തിന്നാൻ ദൈവം ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുക. തത്ത ചോദിക്കും, എനിക്ക് ബലമില്ലാത്ത ചുണ്ടുകൾ, പക്ഷെ തത്തയ്ക്ക് പഴം തിന്നാൻ. കുയില് പറയും, എന്നെ കണ്ടാൽ ആരും നോക്കില്ല, ഒരു ഗ്ലാമറുമില്ല, ഞാൻ കറുത്തതാണ്, പക്ഷെ പാട്ട് കേട്ടാലോ. ഓരോന്നും അങ്ങനെയാണ്. ഉള്ളിൽ ഏറെ കാമ്പും വെള്ളവുമുള്ള തേങ്ങ, അതിൻ്റെ തൊണ്ടെത്ര മാർദ്ദവും കട്ടിയുമുള്ളതാണ്, താഴെ വീഴുമ്പോൾ പൊട്ടാതിരിക്കാൻ. ദൈവം ഓരോരുത്തർക്കും കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, എനിക്കും താങ്കൾക്കുമൊക്കെ മറ്റാർക്കും കൊടുക്കാത്ത ചില ഗിഫ്റ്റുകൾ, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ദൈവം തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുമോ? സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുൻ, ബിക്കോസ് ഹി കെയർസ് ഫോർ യു. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, മറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, കാരണം അത് കയ്പായിരുന്നു. പക്ഷേ അതിൻ്റെ കയ്യെത്തും ദൂരത്ത് ദൈവം ഒരു മരക്കൊമ്പ് കാണിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിന്റെ കയ്പിന്റെ കയ്യെത്തും ദൂരത്ത് കണ്ണു തുറന്നു നോക്കിയാൽ ചില മധുരമുള്ള പോം വഴികൾ, മരക്കൊമ്പുകൾ ദൈവം കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് കയ്പിനകത്തും മധുരം വിതറുന്നൊരു ദൈവമുണ്ട്. ലോകം കയ്പിന് ശേഷമാണ് മധുരം കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഒരു കയ്യിൽ പഞ്ചസാരയും മറുകയിൽ മരുന്നുമായി അമ്മ കുഞ്ഞിനെ പ്രലോഭിപ്പിക്കും. കയ്പിന് ശേഷമാണ് മധുരം. പക്ഷെ ദൈവം, സ്വർഗത്തിലെ ദൈവം, കയ്പിനകത്ത് മധുരം വിതറുക, മറായിലെ വെള്ളത്തോട് ചേർന്ന് മധുരമുള്ള മരക്കൊമ്പ്. അതുകൊണ്ട് നമ്മളെ തിരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ നമ്മളോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ ആത്മസംഘർഷങ്ങളെ, 2020 അനുഭവങ്ങളെ നിധി പോലെ ഉള്ളിൽ സൂക്ഷിക്കുമോ? എല്ലാം സംഗ്രഹിക്കുമോ? കാരണം 139 സങ്കീർത്തനം 16-ാം വാക്യം പറയുന്നുണ്ട്, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നിയമിക്കപ്പെട്ട നാളുകളിൽ നമ്മൾ ഷെയ്പ്പ്ലെസ് ആയിരുന്ന അവസ്ഥയിലാണ്.
നമുക്ക് 4 പദവികളുണ്ട് എന്ന് ഞാൻ പറയട്ടെ. ഒന്ന്, ഇലക്റ്റഡ്, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 2, സെലക്റ്റഡ്. 3, അപ്പോയിന്റഡ്. 4, അനോയിന്റഡ്. ഒന്ന് ചിന്തിച്ച്, നമുക്കുള്ള 4 പദവികൾ എന്താ? 1 ഇലക്റ്റഡ്, 2 സെലക്റ്റഡ്, 3 അപ്പോയിന്റഡ്, 4 അനോയിന്റഡ്. ഈ 4 പദവികൾ നമുക്ക് ആകയാൽ ഈ കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ ജയിപ്പാൻ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ കൃപയാണത്. വിക്ടർ ഹ്യൂഗോ പണ്ട് പറയുന്നത് പോലെ, നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം നാം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നാം നമ്മളായി സ്നേഹിക്കപ്പെടുന്നു എന്നല്ല, നാം നമ്മളായിരുന്നിട്ടും സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളിലും കുറവുകളിലും പാപത്തിന്റെ കണികകളിലും നാം നമ്മളായിരുന്നിട്ടും സ്നേഹിക്കപ്പെടുന്നു. പുഴുക്കളെ പോലെ അനേകർ ഈ ലോകത്ത് പിടഞ്ഞു വീഴുന്നുണ്ട്. നമ്മുടെ സമയം, സാഹചര്യം, നമ്മുടെ സാധ്യതകളൊക്കെ ദൈവം തന്ന ഗിഫ്റ്റ്. ഒരു ദിവസം 1,03,369 തവണയെങ്കിലും നമ്മുടെ ഹൃദയം ഇടിക്കുന്നു ശരാശരി എന്ന് പറയുക. ഒരു ദിവസം 23,045 തവണ നമ്മുടെ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു എന്നാ പറയുക. ഒരു ദിവസം 1,68,000 കിലോമീറ്റർ മൈൽ നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളിൽ കൂടെ രക്തം പാഞ്ഞൊഴുകുന്നു. 206 അസ്ഥികൾ, 639 മസിലുകൾ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ കാലിലെ 26 അസ്ഥികൾ. ഞാനിങ്ങനെ കരങ്ങൾ വിരിക്കുമ്പോൾ എൻ്റെ കരത്തിലെ 27 അസ്ഥികൾ. ഇങ്ങനെ ശരീരം മുഴുവൻ. എൻ്റെ 2 കിഡ്നികൾ 180 ലിറ്റർ രക്തം ശുദ്ധീകരിച്ചുകൊണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പദവി ഇതല്ലേ, ഏറ്റവും വലിയ ഭാഗ്യം ഇതല്ലേ. വി ആർ എലക്റ്റഡ്, സെലക്റ്റഡ്, അപ്പോയിന്റഡ്, അനോയിന്റഡ്. ശരീരം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒത്തിരി വിഷാദത്തെ കുടഞ്ഞു കളയാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയാണ്. നമുക്ക് പാർക്കാൻ സുന്ദരമായ ഭൂമി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വൻകരകളിലെല്ലാം കൊറോണ സംഹാരതാണ്ഡവം ആടുന്നുണ്ടാകാം. പക്ഷേ ഓർക്കണം, ഈ ഭൂമി ഒരു ഭാഗ്യമാണ്. കാരണം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൽ കഴിഞ്ഞ 400 വർഷമായി അതിശക്തിയായ കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. നെപ്റ്റ്യൂണിലെ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 3200 കിലോമീറ്റർ. ആലോചിക്കാൻ പോലും പാടില്ല. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൽ സൾഫ്യൂറിക് ആസിഡിന്റെ കട്ടിയുള്ള പുകമഞ്ഞ്, സൾഫ്യൂറിക് ആസിഡിന്റെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ഉപഗ്രഹമായ ടൈറ്റനിൽ ദ്രാവക മീഥൈൻ മഴ പോലെ പെയ്യുകയാണ്. ഇതൊന്നും സഹിക്കാനൊക്കില്ല. പണ്ട് ഭോപ്പാലിൽ മീഥൈൽ ഐസോസൈനൈഡ് ഒന്ന് ചോർന്നറിയുള്ളൂ, ലക്ഷങ്ങൾ മരണത്തിലേക്ക് പോയി. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഭൂമി എത്ര ഭാഗ്യമുള്ളതാ, നമ്മുടെ ശരീരം എത്ര ഭാഗ്യമുള്ളതാ. ദൈവം നമുക്ക് പാർക്കാൻ തന്ന ഭൂമി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം. 2020 കുറിച്ച് വേവലാതിപ്പെടുമ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം. ഒരു വർഷത്തിന്റെ വില അറിയണമെങ്കിൽ ഫൈനൽ ഇയറിൽ തോറ്റ ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കണം. അവൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ അവൾ പറഞ്ഞു തരും ഒരു വർഷത്തിന്റെ വില. ഒരു മാസത്തിന്റെ വില അറിയണമെങ്കിൽ മാസം തികയാതെ പ്രസവിച്ച ഒരു കുഞ്ഞിന്റെ അമ്മയോട് ചോദിക്കണം. ആ സ്ത്രീ പറഞ്ഞു തരും ഒരു മാസത്തിന്റെ വില. ഒരു മാസം നഷ്ടപ്പെട്ടതിന്റെ സങ്കടം. ഒരു മണിക്കൂറിന്റെ വില അറിയണമെങ്കിൽ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന കുട്ടിയോട് ചോദിക്കണം. ഒരു മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ 1 മിനിറ്റിന് ട്രെയിനോ ഫ്ലൈറ്റോ ഒക്കെ നഷ്ടപ്പെട്ട ഒരു യാത്രികനോട് ചോദിക്കണം. ഒരു സെക്കൻഡിന്റെ വില അറിയണമെങ്കിൽ ഒരു അത്ലറ്റിനോട് ചോദിക്കണം. നമ്മുടെ PT ഉഷയോടോ 100 മീറ്റർ 9.58 സെക്കൻഡ് കൊണ്ട് ഓടിത്തീർത്ത ഉസൈൻ ബോൾട്ടിനോടോ ചോദിക്കണം ഒരു സെക്കൻഡിന്റെ വില. അവിടെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം, സാഹചര്യം, നമ്മുടെ ശരീരം, വലിയ പദവികൾ, എലക്റ്റഡ്, സെലക്റ്റഡ്, അപ്പോയിന്റഡ്, അനോയിന്റഡ്. മാനസിക സമ്മർദ്ദങ്ങളെ കുടഞ്ഞു കളയുന്നു. പരിശുദ്ധ അമ്മ പറയുന്നു, ഞാനെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം നോക്കുമ്പോൾ 2 വേദവാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് കുറിച്ചിടുമോ? 1 ഇരമ്യാവ് 1:4, 2 എഫേസ്യർ 1:4. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 1 ഇരമ്യാവ് 1:4 എന്താ പറയുക? നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. എന്ത് ബലമാണ് നമുക്കത്. എഫേസ്യ ലേഖനം 1:4, അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ഒന്ന് കേൾക്കുമോ? അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ അവനിൽ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ആരാണ് നമുക്ക് ക്രിസ്തു? നമുക്ക് ബലപ്പെടാനൊരു കർത്താവുണ്ട്, നമുക്ക് ബലപ്പെടാനൊരു ദൈവമുണ്ട്.
സോക്രട്ടീസ് 40 വർഷമേ തത്വചിന്ത പഠിപ്പിച്ചിട്ടുള്ളൂ. പ്ലേറ്റോ 50 വർഷം പഠിപ്പിച്ചു. അരിസ്റ്റോട്ടിൽ 40 വർഷം പഠിപ്പിച്ചു. പക്ഷേ യേശുക്രിസ്തു 3 വർഷമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ആ തത്വചിന്തകൾ എവിടെ? എൻ്റെ കർത്താവ് പഠിപ്പിച്ചത്, എൻ്റെ കർത്താവിൻ്റെ വചനം എവിടെ? അതിന് ലോകത്തിന് മായ്ക്കാൻ ഒക്കുകയല്ല. യേശുക്രിസ്തു ഒരു പടവും വരച്ചിട്ടില്ല. പക്ഷേ മൈക്കിളാഞ്ചലോയുടെയും ഡാവിൻഷിയുടെയും ഒക്കെ ചിത്രങ്ങളിൽ മുഴുവൻ ക്രിസ്തു സ്വാധീനമാണ്. യേശുക്രിസ്തു ഒരു കവിതയും രചിച്ചിട്ടില്ല. പക്ഷെ ഡിവൈൻ കോമഡി എഴുതിയ ഡാൻഡെ, പാരഡൈസ് ലോസ്റ്റ് എഴുതിയ ജോൺ മിൽട്ടൺ, ഇൻ മെമ്മോറിയം എഴുതിയ ലോർഡ് ടെന്നീസൺ തുടങ്ങിയ എത്രയോ മഹാപ്രതിഭകളുടെ കവിതകളിൽ യേശുക്രിസ്തു നിറഞ്ഞു നിൽക്കുക. ക്രിസ്തു സ്വാധീനം കാണാം. യേശുക്രിസ്തു ഗ്രന്ഥമൊന്നും രചിച്ചിട്ടില്ല. എന്നാൽ വിശ്വസാഹിത്യകാരന്മാരായ വിക്ടർ ഹ്യൂഗോ, ടോൾസ്റ്റോയ് ഇവരുടെയൊക്കെ ഗ്രന്ഥരചനയിൽ, എഴുത്തുകളിൽ പ്രചോദനം യേശുക്രിസ്തുവാണ്. കർത്താവ് ഒരു പാട്ടും എഴുതിയിട്ടില്ല. പക്ഷെ മൊസാർട്ടും ബിഥോവനും ഒക്കെ യേശുക്രിസ്തുവിന്റെ സ്വാധീനത്തിൽ എഴുതിയവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു ഒരു കാരണമാണ്. യേശുക്രിസ്തു ഒരു കാരണമാണ് പലതിനും. സ്നേഹിത, താങ്കൾക്ക്, എനിക്ക്, ഈ ലോകത്തിന് എല്ലാത്തിനും ഒരു കാരണമാണ്. വിശ്വസിക്കുന്നുണ്ടോ? സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. മാനവ സംസ്കാരം എവിടെയെല്ലാം വളർന്നിട്ടുണ്ടോ, മാനവികതയുടെ മൂല്യം എവിടെയെല്ലാം ആദരിക്കപ്പെട്ടിട്ടുണ്ടോ, അവയ്ക്ക് മുന്നിൽ ക്രിസ്തു യേശുവിന്റെ അനാദൃശ്യമായ സ്വാധീനം കാണാം. വലിയൊരു ടെൻഷന്റെ ലോകത്ത് നാം ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നു, എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ആകുലതകളെ അതിജീവിച്ച അലങ്കാര ഗോപുരം പറയുന്നു, എല്ലാം നിധി പോലെ സൂക്ഷിക്കണം. ജീവിതത്തിന്റെ വേദനകളുടെ അപ്പുറം ഒരു നല്ല കാലം വരുന്നുണ്ട്. പത്രോസിന്റെ വിശ്വാസം ആകുലതകളെ ജയിക്കുന്ന വിശ്വാസമാണ്. സകല ചിന്താകുലവും. കർഡിനൽ ന്യൂമാന്റെ ഒരു കവിതയുണ്ട്. അതിങ്ങനെയാണ്: ഈശ്വര, എനിക്ക് വിദൂരതയിലുള്ളതൊന്നും കാണിച്ചു തരേണ്ട, അടുത്ത പടി മാത്രം കണ്ടാൽ മതി. ജീവിതത്തെ ഒരു ഗോവണിയോട് ഉപമിക്കുകയാണ്. ദൈവമേ, എനിക്ക് വിദൂരതയിലുള്ളതൊന്നും കാണിച്ചു തരേണ്ട, അടുത്ത പടി കണ്ടാൽ മതി. പക്ഷേ നമുക്കൊരു ദുർവാശിയുണ്ട്. ഗോവണിയുടെ മേലറ്റം കാണാതെ താഴത്തെ പടിയിൽ നാം ചവിട്ടില്ല. അതൊരു ദുർവാശിയല്ല, തികച്ചും ന്യായമല്ലേ? പണ്ടൊരു ഭക്തനായ കവി എഴുതിയിട്ടുണ്ട്, മുന്നിലൊരു ചോടുവയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, ആയതു മതിക്ക് ശേഷമെല്ലാം ദൈവഹിതം. ഇതാണ് വിശ്വാസം. മുന്നിൽ ഒരു ചുവട് വയ്പാൻ മാത്രം ഇട കാണുന്നു, ആയതു മതിക്ക് ശേഷമെല്ലാം ദൈവഹിതം. വീണ്ടും ഓർക്കുക, അതിന്റെ തുടർച്ചയായിട്ട് അടുത്ത പല്ലവിയിലേക്ക് വരുമ്പോ, അടുത്ത ചോടറിയാതെ ഇരുപ്പതെന്തനുഗ്രഹം. അടുത്ത ചുവട് അറിയാതെ ഇരിക്കുന്നൊരു അനുഗ്രഹമാണെന്ന്. തനിച്ചെന്നെ നടത്താതെ വലതു കൈ പിടിക്കും ഞാൻ. പാട്ടിന്റെ വരികൾ ഇങ്ങനെ പാടണമെന്നുണ്ട്, പക്ഷെ സമയം അനുവദിക്കുന്നില്ല. വിശ്വാസം ഇതാണ്. എന്മാസ്തു തതസ്തുമേ എന്ന് പറയും. എന്ത് സംഭവിക്കുന്നുവോ അത് സംഭവിക്കട്ടെ, എന്ത് സംഭവിക്കുന്നുവോ അത് സംഭവിക്കട്ടെ, സാരമില്ല, മുന്നിൽ ഒരു ചുവട് വയ്പാൻ മാത്രം ഇട കാണുന്നു ഞാൻ. കർഡിനലിന്റെ പ്രാർത്ഥന പോലെ, ദൈവമേ, ഇതിന് ഭാരതത്തിന്റെ ഭാഷയിൽ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും. ഒന്നിലും തകരാതെ. അബ്രഹാം ഇസഹാക്കുമൊത്ത് മോറിയ കയറുമ്പോൾ പറഞ്ഞത് എന്മാസ്തു തതസ്തുമേ, എന്ത് സംഭവിക്കുന്നുവോ അത് സംഭവിക്കട്ടെ, സ്ഥിതപ്രജ്ഞൻ എന്നാണ്. ഉൽപ്പത്തി 22 സുന്ദരമാണ്, ഒപ്പം കണ്ണീരിന്റെ നനവുമുണ്ട് ആ താളിൽ. 22:1 ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു, അബ്രഹാമേ. അബ്രഹാം വിളി കേട്ടു. ആ വിളി കണ്ണീരിലേക്കുള്ള വിളിയായിരുന്നു. നിന്റെ ഏകജാതനെ ബലി കഴിക്കണം. കണ്ണുനീരിലേക്ക് വിളിച്ചിറക്കുകയാണ് അബ്രഹാമിനെ. എന്നാൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി 22 72 മണിക്കൂറിന് ശേഷം, 3 ദിവസത്തെ മലകയറ്റത്തിന് ശേഷം മോറിയയുടെ ഉയരങ്ങളിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു, അബ്രഹാമേ, അബ്രഹാമേ. 2 തവണയാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് വേദപുസ്തകത്തിൽ. നിന്റെ ഏകജാതനെ തുടരുത്. അത് കരുതലിലേക്കുള്ള വിളിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിന്താകുലങ്ങളും ഭാരങ്ങളും മാനസിക സമ്മർദ്ദങ്ങളുമായി ഇരിക്കുന്നെങ്കിൽ
ഒരാളെ ദൈവം കണ്ണീരിലേക്ക് വിളിക്കുന്നതിൻ്റെ ഇരട്ടി കൃപയിലാണ് കരുതലിലേക്ക് വിളിക്കുക. ഒന്നാം വാക്യത്തിൽ അബ്രഹാമേ, 11-ാം വാക്യത്തിൽ അബ്രഹാമേ അബ്രഹാമേ, ഇരട്ടി കൃപയിലാണ്. അബ്രഹാമിനെ കുറിച്ച് പറയാം, മലകൾ ഇളകിലും മഹാജനാനാം മനമിളക. മല ഇളകിയാലും മഹാജനത്തിന്റെ വലിയ മനുഷ്യരുടെ മനസ്സിളകുകയല്ല. മറിയത്തെക്കുറിച്ച് പറയാം, പരിശുദ്ധ അമ്മയത്തെക്കുറിച്ച് പറയാം, മലകൾ ഇളകിലും മഹാജനാനാം മനമിളക. പത്രോസ്ലീഹ അതോട് പറയുക, ജീവിതത്തിൽ നാം കാണാത്തതും ദൈവം കാണുന്നതുമായൊരു ദൂരമുണ്ട്. അത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രോബ്ലംസ് ടു പ്രോജക്ട്സ് എന്നുള്ളതാണ്. പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്ന പരിഹാരത്തിലേക്കുള്ള ദൂരം നാം കാണാത്തതും എന്നാൽ ജീവനുള്ള ദൈവം കാണുന്നതുമായ ദൂരമാണ്. പത്രോസിന്റെ വിശ്വാസം എന്തായിരുന്നു? പത്രോസിന്റെ വിശ്വാസം എവിടെ കുരിശുണ്ടോ അവിടെ കിരീടമുണ്ട് എന്നുള്ളതായിരുന്നില്ല. ഇന്ന് തിയോളജി നമ്മളെ പഠിപ്പിക്കുന്നത് പലപ്പോഴും അങ്ങനെയാണ്. എവിടെ കുരിശുണ്ടോ അതിനുശേഷം ഒരു ക്രൗൺ ഉണ്ട്, ക്രോസ് കഴിഞ്ഞൊരു ക്രൗൺ ഉണ്ട്. എന്നാൽ പത്രോസ് വിശ്വസിച്ചത് എവിടെ കുരിശുണ്ടോ അവിടെ ക്രൂശിതനുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സഹോദര, എവിടെ കുരിശുണ്ടോ ആ കുരിശ് സഹിക്കാൻ ക്രൂശിൽ തൂങ്ങിയവൻ ഒപ്പമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ദൈവമേ, എൻ്റെ കുരിശനുഭവങ്ങളിൽ അവിടുന്ന് ക്രൂശിതനായി കൂടെ നിൽക്കണമേ, സകല ചിന്താകുലവും. അതുകൊണ്ട് മനുഷ്യനെല്ലാത്തിനും കണക്ക് വെച്ച് പെരുമാറുകയുള്ളൂ. അവൻ കൂടെ നിൽക്കണമെന്നില്ല. അവൻ കണക്ക് പറയുന്നവനാണ്, കണക്ക് വെച്ച് പെരുമാറുന്നവനാണ്. അവന് കണക്ക് കൂട്ടലുകളുണ്ട്. പക്ഷെ ദൈവം തമ്പുരാന് കണക്കില്ല. മനുഷ്യന് ജോമെട്രി ഉണ്ട്. ആ കണക്കനുസരിച്ച് ഞാനും നിങ്ങളും ഒക്കെ പെരുമാറുകയുള്ളൂ. പക്ഷേ സ്വർഗത്തിലെ ദൈവം, അതുകൊണ്ടാണ് അതിനെ ഭാരതീയ ഭാഷയിൽ ബ്രഹ്മം എന്ന് വിളിക്കുക. വ്യാപ്നോ ഇതി ബ്രഹ്മം, വ്യാപിക്കുന്നവരെന്തോ അതാണ് ബ്രഹ്മം. കുരിശ് വിരിച്ചു പിടിച്ച കരങ്ങളാണ് എന്നെയും നിന്നെയും ചേർത്ത് പിടിക്കാൻ. ബൃഹത്തായതാണ് ബ്രഹ്മം. വ്യാസമുള്ളത് വ്യാപിപ്പിക്കുന്നൊരു മഹാഭാരതം എഴുതിയ വ്യാസനെ കുറിച്ച് പറയുമ്പോൾ വ്യാപ്തിയുള്ളത്, വ്യാസമുള്ളത് ദൈവത്തിന്റെ കരുണ ഇതാണ്. ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് പറയുമ്പോൾ ആദിയും അന്തവുമില്ലാത്തൊരു ദൈവമുണ്ട്. ഏകം ഏവം അദ്വിതീയം എന്നാണ് ഏകദൈവത്തെക്കുറിച്ച്, ബ്രഹ്മത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം. അത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവത്തിന്റെ കരുണ ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുന്നതാണ്, വിരിച്ചു പിടിച്ച കരങ്ങളുമായി. അതുകൊണ്ടാണ് കരുണ എന്ന വാക്കിന് റഹമ എന്നൊരു വാക്കുണ്ട്. ഗർഭപാത്രം എന്നർത്ഥമുണ്ട്. ദൈവത്തിന്റെ കരുണ എന്നർത്ഥമുണ്ട്. കേവലം സെന്റിമീറ്ററുകളുടെ വ്യാസമുള്ള ഗർഭപാത്രം 3 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ വഹിക്കാണ്ട് കൊണ്ട് വികസിക്കുക. ശരീരത്തിലെ വികസിക്കുന്ന അവയവമാണ് ഗർഭപാത്രം. ദൈവ കരുണ ഇങ്ങനെയാണ്. അതുകൊണ്ട് നാം ആഗ്രഹിക്കുന്നതിലും നാം നനയ്ക്കുന്നതിലും അപ്പുറം കരുതുന്നൊരു ദൈവം. ഒരു കഥയുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത് അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ കുതിരപ്പുറത്ത് നാട് കാണാൻ ഇറങ്ങി. വഴിയിലൊരു ഭിക്ഷാംദേഹി ഭിക്ഷയാചിക്കും. ഇയാളുടെ ദൈന്യത കണ്ടിട്ട് അലക്സാണ്ടർ ചക്രവർത്തി പോക്കറ്റിൽ നിന്ന് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് അയാളുടെ കരങ്ങളിലേക്ക് ഇട്ടുകൊടുത്തു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ അനുചരന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ ചക്രവർത്തിയോട് പറഞ്ഞു, രാജാവേ, അയാൾക്ക് അത്രയും നാണയം ആവശ്യമുണ്ടായിരുന്നില്ല. ചക്രവർത്തി പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയാൾക്ക് അത്രയും ആവശ്യമുണ്ടായിരിക്കില്ല, പക്ഷേ കൊടുത്തത് ഗ്രീസിന്റെ മഹാനായ അലക്സാണ്ടറാണ്. ഇത് നൽകിയത് മഹാനായ അലക്സാണ്ടറാണ്. കൊടുക്കുന്നയാൾക്കൊരു അന്തസ്സുണ്ട്, അതിനനുസരിച്ചാണ് നൽകേണ്ടത്. ഓർക്കണം, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം നമ്മെ ബലപ്പെടുത്തണം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഓർക്കണം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം. ദൈവമോ തൻ്റെ ധനത്തിനൊത്തവണ്ണമാണ്. അതുകൊണ്ടാണ് നാം നിലനിൽക്കുന്നത്. ഈ കരുണയിലാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചല്ല, തൻ്റെ ധനത്തിനൊത്തവണ്ണം. പൗലോസ്ലീഹ പറയുന്നു, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ മഹാകരുണയിൽ നാം നിൽക്കുമ്പോൾ പരിശുദ്ധ മറിയത്തെ പോലെ സർവവും ഏൽപ്പിച്ചിട്ട് പത്രോസ്ലീഹ പറയുന്നത് പോലെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. വിനയത്തോടെ ഈ 15 നോമ്പിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാം. പരിശുദ്ധ മറിയം പറഞ്ഞു, നിന്റെ കൃപ അത് മതി.
ഞാൻ കർത്താവിൻ്റെ ദാസി. കൃപയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് പൂരിപ്പിക്കാൻ ഒക്കുന്നത് മറിയത്തെയാണ്. നമ്മിൽ നിന്ന് ദൈവകൃപ ഒന്ന് മൈനസ് ചെയ്ത് നോക്കൂ, അല്പം മാത്തമാറ്റിക്സ് ഗണിച്ചു നോക്കൂ. നമ്മിൽ നിന്ന് ദൈവകൃപയൊന്ന് മൈനസ് ചെയ്ത് നോക്കൂ. മോശയിൽ നിന്ന് ദൈവകൃപ മൈനസ് ചെയ്താൽ ഉത്തരം മോശ മൈനസ് ദൈവകൃപ ഈസ് ഈക്വൽ ടു വിക്കൻ, തടിച്ച നാവുള്ളവൻ. പത്രോസിൽ നിന്ന് ദൈവകൃപ മൈനസ് ചെയ്ത് നോക്കൂ, സമം മുക്കുവൻ. ദാവീദിൽ നിന്ന് ദൈവകൃപ മൈനസ് ചെയ്ത് നോക്കൂ, ദാവീദ് മൈനസ് ദൈവകൃപ ആട്ടിടയൻ. ഏലീശായിൽ നിന്ന് ദൈവകൃപ മൈനസ് ചെയ്യൂ, കാളക്കാരൻ, പൂട്ടുകാരൻ. പൗലോസ്ലീഹായിൽ നിന്ന് ദൈവകൃപ മൈനസ് ചെയ്യൂ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഗുണ്ട, ക്രിമിനൽ. പരിശുദ്ധ മറിയത്തിൽ നിന്ന് ദൈവകൃപ മൈനസ് ചെയ്യൂ, അവൾ അമലോത്ഭവയാണെന്നൊന്നും പറയാൻ നിർവാഹമില്ല. മനുഷ്യനായി ജനിച്ച എല്ലാവരും പാപം ചെയ്തവരാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരം ഒരാളെന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടാൽ വ്യർത്ഥമാണെന്ന് പറയേണ്ടി വരും. പരിശുദ്ധ മറിയത്തിൽ നിന്ന് ദൈവകൃപ മൈനസ് ചെയ്താൽ കേവലം ഒരു ചെറുബാലിക, ഒരു മൺകൂടാരം. അതുകൊണ്ട് നമ്മളിൽ നിന്ന് ദൈവകൃപ മൈനസ് ചെയ്താൽ പരിശുദ്ധ നോമ്പിൽ മറിയത്തോട് ചേർന്ന് ധ്യാനിക്കുമ്പോൾ ഞാൻ വെറും മൺകൂടാരമാണ്, മൺപാത്രത്തിലെ നിധിയാണ് ഈ ആത്മാവെന്ന് ഏറ്റുപറയാൻ കഴിയുമോ? ദൈവകൃപ, ഗ്രേസ് എന്ന വാക്ക് കൃപ, ഗ്രാറ്റിസ്, ഡാറ്റ എന്നീ രണ്ട് വാക്കുകളാണ്. ഗ്രാറ്റിസ് എന്ന വാക്കിന്റെ അർത്ഥം ഡാറ്റ, വെറുതെ കിട്ടിയത് എന്നാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഗ്രേസ്. അതുകൊണ്ട് ഓരോരുത്തരും ഏറ്റുപറയേണ്ടതാണ്, ദൈവമേ, ഈ നാളുകളിലെ വ്യഥകളെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ ഞാൻ ഭാരപ്പെടുമ്പോൾ, മാനസിക ഭീതിയിലേക്ക് വീഴുമ്പോൾ, വെറുതെ കിട്ടിയതാണ് ജീവിതം, ഒരു ബോണസ് ആണെന്ന് ഏറ്റുപറയാൻ പൗലോസ്ലീഹ കൂടെ കൂടെ പറയുന്നുണ്ട്. ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയിലാകുന്നു. ആ പ്രത്യാശ നമുക്കുണ്ടാകണം. സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളു. അതുകൊണ്ട് കരയുന്ന മനമേ, കണ്ണീരോടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ, സങ്കടത്തിന്റെ നീർച്ചുഴികളിൽ വീണുപോയവരുണ്ടെങ്കിൽ, നിലാവ് പോലെ നമ്മെ തഴുകുന്നൊരു വചനമാണ്, കുളിർകാറ്റ് പോലെ വീശിയെത്തുന്നൊരു വചനമാണ്, സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. എൻ മനമേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങിടുന്നത്, ദൈവത്തിൽ നിന്റെ പ്രത്യാശ വയ്ക്ക, അവൻ നിന്നെ പുലർത്തും. എത്ര അനുഗ്രഹിക്കപ്പെട്ട, വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള വരികളാ. എന്റെ മനസ്സ്, നീ എന്തിനാണ് വിഷമിക്കുന്നത്? എൻ മനമേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങിടുന്നത്, ദൈവത്തിൽ നിന്റെ പ്രത്യാശ വയ്ക്ക, അവൻ നിന്നെ പുലർത്തും. നമ്മെ തെരഞ്ഞെടുത്തൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുമോ? സഭാപ്രസംഗിയുടെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെയാണ്: ഒരുത്തൻ എന്ത് തന്നെയായാലും അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. ഒരുത്തൻ എന്ത് തന്നെയായാലും അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. ഈ ഒരു കരുണയുടെ, ഈ ഒരു കാഴ്ച, ദൈവ കരുണയെ കാണുന്നൊരു കാഴ്ച മറിയെല്ലാം സംഗ്രഹിച്ചു എന്നാണ്. ഒരാളുടെ കാഴ്ചപ്പാടിന്റെ പൂർണ്ണതയാണ് സംഗ്രഹണം. 4 വാക്കുകളാണ്, 4 തലങ്ങളാണ്. ഒന്ന് നോട്ടം, കാഴ്ചയുടെ 1-ാം തലം നോട്ടമാണ്, വെറുതെ നോക്കുകയാണ്. പലതും കാണുന്നില്ല, നാം കാണേണ്ടത് പലതും. 2 കാഴ്ചയാണ്. കണ്ണിന്റെ കോർണിയയിലേക്ക് ഒരു വസ്തുവിൽ നിന്ന് വീഴുന്ന പ്രകാശം തീരുമാനിക്കും, തലച്ചോറ് തീരുമാനിക്കും എന്താണ് കാണുക. അത് കാഴ്ചയുടെ 2-ാം പടി. അത് പൂർണ്ണമല്ല. കാഴ്ച കാപഠ്യമാണ് പലപ്പോഴും. മുൻപിലെ കയറേത് പാമ്പേതെന്ന് തിരിച്ചറിയാത്ത കാഴ്ച. കാഴ്ചയുടെ 3-ാം തലം ദർശനമാണ്. ആഴമുള്ള കാഴ്ചയാണ് ദർശനം, അർത്ഥമുള്ള കാഴ്ചയാണ് ദർശനം. എന്നാൽ കാഴ്ചയുടെ ക്ലൈമാക്സ്, കാഴ്ചയുടെ 4-ാം തലം ഗ്രഹണം എന്ന് പറയും. ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ച കൊണ്ടെല്ലാം ഗ്രഹിക്കുന്നവരാണ്. നഥനയേലിനെ കണ്ട കർത്താവിൻ്റെ ഗ്രഹണം, ശമരിയക്കാരിയെ കണ്ടപ്പോൾ അവരുടെ ജോഗ്രഫി, ഹിസ്റ്ററി ഒക്കെ അറിഞ്ഞ കർത്താവിൻ്റെ ഗ്രഹണം ഒക്കെ മനസ്സിലാക്കുന്ന സ്കാനിങ് മെഷീൻ പോലൊരു കാഴ്ച. എന്നാൽ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് സംഗ്രഹിച്ചു. സംഗ്രഹണം അതിൻ്റെ സൂപ്പർലേറ്റീവാണ്. കാഴ്ചപ്പാടിന്റെ പൂർണ്ണത എത്തുമ്പോഴാണ് ആകുലതകളെ കർത്താവിൽ ഏൽപ്പിക്കാൻ കഴിയുക. അതുകൊണ്ട് സഭാപ്രസംഗിയിൽ ഞാൻ മുൻപ് പറഞ്ഞ വേദഭാഗം പോലെ, ഒരുത്തിന് എന്ത് തന്നെയായാലും അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. നമ്മുടെ പേര് പോലും സ്വർഗം മുന്നമേ തീരുമാനിച്ചതാണ്, ഒന്നും അവിചാരിതമല്ല. ആ അടയാളം നമുക്കുണ്ട് കേട്ടോ. നമ്മൾ അറിയാത്തൊരു അടയാളം നമുക്കറിയാം. നമ്മൾ ഈ ആക്രി പെറുക്കുന്നവരെയൊക്കെ കാണാറുണ്ട്.
വശങ്ങളിലൊക്കെ കിടക്കുന്ന കമ്പികളും പാത്രങ്ങളും ചില്ലുപാത്രങ്ങളും തകരപ്പാട്ടകളും ഒക്കെ എടുക്കും, അത് വിൽക്കാം. പക്ഷെ ആക്രി വെറുക്കുന്നവർ എടുക്കാത്തൊരു കാര്യമുണ്ട്. പഴയകാലത്ത് നമ്മുടെ ടെലിഫോണിൻ്റെ ലൈനൊക്കെ വലിച്ചിരിക്കുന്ന കമ്പി, ആ ടെലിഫോൺ കമ്പി എടുക്കുകയല്ല. കാരണം അവനത് വിൽക്കാൻ ഒക്കുകയല്ല. കാരണം അതിലൊരു മുദ്രയുണ്ട്, അടയാളമുണ്ട്. വിൽക്കാനാകില്ല. പ്രിയപ്പെട്ടവരെ, പിശാചിന് നമ്മെ പിടിക്കാനാകുകയില്ല, പിശാചിന് നമ്മെ വാങ്ങാൻ ഒക്കത്തില്ല. കാരണം റൂഷ്മോ ദംശീഹോ, മാമോദീസയുടെ റൂഷ്മ നമ്മിലുണ്ടെങ്കിൽ പിശാചിന് എൻ്റെ മേൽ അധികാരമില്ല. നമുക്കൊരു അടയാളം ഇട്ടിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെയാണ്: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, കേൾക്കണേ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായിച്ച് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമുക്ക് വിരോധമായിരുന്നൊരു കൈയെഴുത്തും അടയാളവും ഉണ്ടായിരുന്നു, അത് ക്രൂശിൽ തറച്ച് നീക്കിക്കളഞ്ഞിരിക്കുന്നു. മറ്റൊരു മുദ്ര, മറ്റൊരു കൈയെഴുത്ത് നമുക്കുണ്ട്. ഇനി ഈ കൈയെഴുത്തും ഈ മേലെഴുത്ത്, ഈ സ്വരൂപവും ആരുടേത്? അത് കർത്താവിൻ്റെതാണ്. കർത്താവ് നമ്മിൽ ഒരു മുദ്രയിട്ടിട്ടുള്ളതിനാൽ ഇനി ഞാൻ നിൻ വക, നീ എൻ്റെ സ്വന്തം, നിന്റെ സ്നേഹം മാത്രം മതി. ദൈവമേ, അവിടുന്ന് ഒരു അടയാളം മാമോദീസയുടെ റൂഷ്മ എന്നിൽ പതിച്ചിരിക്കുന്നതിനാൽ ഇനി ഞാൻ നിൻ വക, നീ എൻ്റെ സ്വന്തം, നിന്റെ സ്നേഹം മാത്രം മതി. ബലപ്പെടാൻ കഴിയുമോ? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. നമ്മെ വ്യക്തിപരമായി അറിയുന്നൊരു ദൈവമുണ്ടെന്നുള്ള ബലം. ആയിരിക്കുന്നിടത്ത് ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് പിടിച്ച് എന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികളുടെ കാലത്ത് നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നുപോയോ? ചിലരോടെങ്കിലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു ഭയപ്പെടുത്തുന്ന വിചാരമാണ്, ഇപ്പോൾ ആരാധനയുടെ പതിവുകൾ നിന്ന് പോയപ്പോൾ പലരും ദൈവത്തിൽ നിന്ന് അകന്നുപോയോ? ഈ പ്രതിസന്ധികളിൽ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ട്. യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, ദൈവമില്ലാത്തവരുണ്ട്. ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ, അതിൻ്റെ ആദ്യ പകുതിയിൽ, ആന്റണി ഫ്ലൂ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രചിച്ച ദൈവശാസ്ത്രവും വ്യാജ നിർമ്മിതിയും, തിയോളജി ആൻഡ് ഫോൾസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഈ ആന്റണി ഫ്ലൂവിന് ഖ്യാതി നേടിക്കൊടുത്തത് ദൈവവിശ്വാസത്തെ തവിടുപൊടിയാക്കിയവനെന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ ഇടയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു യുക്തിവാദിയാണ്, ഏതെയിസ്റ്റാണ് അദ്ദേഹം. ദൈവവിശ്വാസത്തെ തവിടുപൊടിയാക്കിയവനെന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷെ ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാം. 2007 രചിച്ചതും അനേകായിരം കോപ്പികൾ വിറ്റഴിഞ്ഞതുമായൊരു പുസ്തകമുണ്ട്, There is a God. ഒരു ദൈവമുണ്ട്. അതിന് പണ്ടുള്ളതിന് വിരുദ്ധമായ നിഗമനത്തിൽ എത്തിച്ചേർന്ന ഒരു മനുഷ്യനാണ് ഇന്ന് അദ്ദേഹം. പണ്ട് അദ്ദേഹം പറഞ്ഞു There is no God, ദൈവമില്ല. ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ യുക്തിവാദത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. തിയോളജി ആൻഡ് ഫോൾസിഫിക്കേഷൻ. എങ്ങനെയാണ് how the world's most notorious atheist changed his mind? ലോകത്തെ ഏറ്റവും വലിയ യുക്തിവാദിയുടെ മനസ്സ് ചേഞ്ച് ചെയ്തത് എങ്ങനെയാണ്? ഇന്ന് അദ്ദേഹം പറഞ്ഞു There is a God, ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുമോ? ഒരു വൈറസോ ഒരു മഹാമാരിയോ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുമോ? ലോകത്ത് 24 നോബൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ 60 പ്രമുഖ ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുകയാണ് ദൈവം എന്നത് വളരെ പരിഗണന അർഹിക്കുന്നൊരു വിഷയം അത്രേ. ദൈവം എന്നത് വലിയ മനുഷ്യരാ പറയുക. ഐൻസ്റ്റീനും മാക്സ് പ്ലാങ്കും സ്റ്റീഫൻ ഹോക്കിങ്ങും ഇവരൊക്കെ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ദൈവത്തെ സങ്കല്പിച്ച് അഥവാ വിശ്വസിച്ച് തീരൂ എന്ന് പറയുന്നവരാണ്. എന്നാൽ ഇന്ന് ദൈവം എവിടെയെന്ന് ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ ചോദിക്കുന്നവരുടെ എണ്ണം പെരുകുന്നുണ്ട്. ആരാധനയുടെ പതിവുകൾ നഷ്ടപ്പെട്ടപ്പോൾ, ദേവാലയത്തിന്റെ വാതിലുകൾ അടയപ്പെട്ടപ്പോൾ, There is no God എന്ന് പറഞ്ഞവൻ There is a God എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നീ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവ് പലരോടും ചോദിച്ചതുപോലെ നീ വിശ്വസിക്കുന്നുണ്ടോ? ഈ പ്രതിസന്ധിയുടെ പുറത്തെത്തിക്കാൻ ദൈവം ഒരു വഴി കാണിച്ചു തരും. ബത്സയിദ കുളക്കരയുടെ കരയിൽ കിടക്കുന്നവനോട് സ്വർഗത്തിലെ അപ്പൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? നിനക്കെന്താണ് വേണ്ടത്? ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴും
എന്ത് ചെയ്യണം എന്നറിയാമായിരുന്ന ഒരു കർത്താവാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതിസന്ധികളുടെ ഇടയിൽ നാം ജീവിക്കുമ്പോൾ ഈ പ്രതിസന്ധികളുടെ പുറത്തേക്ക് നമ്മെ എത്തിക്കാനുള്ള ഒരു വഴി ദൈവം കണ്ടിട്ടുണ്ട്. കാസ്റ്റിംഗ് ഓൾ യുവർ ആൻസൈറ്റീസ് ഓൺ ഹിം. സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളണം. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മ മറിയം ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ നീർച്ചുഴികളിൽ കുരിശിനോട് ചേർന്ന്, കർത്താവിന്റെ കാലടികളോട് ചേർന്ന് ജീവിതത്തിന്റെ വേദനകളെല്ലാം പരിശുദ്ധ അമ്മ അനുഭവിച്ചതാണ്. എത്രയോ തവണ ആത്മഹത്യ ചെയ്യേണ്ടവളായിരുന്നു അമ്മ. എന്നിട്ടും, ആ വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കണം, എന്നിട്ടും ആത്മസംഘർഷങ്ങളെ, കഠിന രോഷങ്ങളെ, തീവ്രമായ പ്രതികരണങ്ങളെയൊക്കെ ഒഴിവാക്കി നിലാവ് പോലെ തെളിയുന്ന ഒരു അമ്മ തിരുവേദത്തിന്റെ താളുകളിൽ നമുക്ക് മുൻപിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞൊരു വിശേഷണം, ആകുലതകളെ അതിജീവിച്ചാൽ അലങ്കാര ഗോപുരമാണ് പരിശുദ്ധ മറിയം. ഈ കാലഘട്ടത്തിന്റെ ആകുലതകൾ അനവധിയായി കടന്നു വരുമ്പോൾ നാം ചിന്തിച്ച വചനം 1 പത്രോസ് 5:7, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൂരിരുട്ടിൽ നിലാവ് പോലെ ഈ വചനം കടന്നു വരുന്നില്ലേ? വരണ്ടയിടത്ത് പുതുമഴ പോലെ ഈ തിരുവചനം പെയ്തിറങ്ങുന്നില്ലേ? കൊടുംചൂടിൽ കുളിർകാറ്റ് പോലെ ഈ തിരുവചനം തഴുകി വരുന്നില്ലേ? ചിരി കളഞ്ഞുപോയവരുടെ നാട്ടിൽ, ആൻസൈറ്റി ന്യൂറോസിന്റെ നാട്ടിൽ ദൈവവചനം നമ്മെ ബലപ്പെടുത്തട്ടെ. എന്നെ കേട്ടുകൊണ്ടിരുന്ന ദൈവജനം അനുഗ്രഹത്തോടെ ആയിരിക്കാനിടയാകട്ടെ. ഈ നോമ്പുകാലം കൂടുതൽ ബലപ്പെട്ടിരിക്കാനിടയാകട്ടെ. കുവൈറ്റ് മഹാ ഇടവകയുടെ ഉദ്യമം, മാർ ബസേലിയോസ് മൂവ്മെന്റിന്റെ പ്രവർത്തന മേഖലകൾ ദൈവം വളർത്തട്ടെ എന്ന് ഈ വിനീതൻ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, കരുണയുള്ള ദൈവമേ, ആ തിരുവചനം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളു. കുരിശന്റെ ചുവട്ടിൽ നിന്ന് പരിശുദ്ധ മറിയത്തെ പോലെ പത്രോസ്ലീഹായ പറഞ്ഞ വചനം ഞങ്ങൾ ധ്യാനിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ, ഹൃദയത്തെ മഥിക്കുന്ന ആകുലപ്പെടുത്തുന്ന അനുഭവങ്ങൾ എൻ്റെ കർത്താവിൽ ശരണപ്പെടുത്തുവാൻ, എൻ്റെ കർത്താവിൻ്റെ ക്രൂശൻ ചുവട്ടിൽ സമർപ്പിച്ച ഈ നാളുകളിലായിരിക്കാൻ ഇടയാകും. ഈ ശുശ്രൂഷയിൽ കേൾക്കുന്ന എല്ലാ ദൈവജനത്തെയും അനുഗ്രഹിക്കണമേ. കൃപമേൽ കൃപ നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങൾ കണ്ടുപോകുന്നവരും കേട്ടുപോകുന്നവരുമാകാതെ കൊണ്ടുപോകുന്ന അനുഭവം വചനം ധ്യാനിക്കുമ്പോൾ ഉണ്ടാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കോട്ടങ്ങൾക്കിടയൻ ആദ്യതായി നിൽക്കും പോലെ ഞങ്ങളുടെ യാചനകൾക്കിപ്പോ ശ്രീവായി മുൻ നിർത്തുന്നു. ഭാർഗ്യമോർ കാരുണ്യവാനായ കർത്താവേ, നിന്റെ സന്നദ്ധിയിൽ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളോട് മനസ്സൊലിവ് തോന്നണമേ. തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്ന സകലരെയും കരുണയോടെ കടാക്ഷിക്കുന്ന ദൈവമായ കർത്താവേ, നിന്റെ സന്നദ്ധിയിലേക്ക് കടന്നു വന്ന ഞങ്ങളിൽ അവിടുന്ന് തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഞങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതലായി നീ അറിയുന്നവനാകുന്നുവല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് തൃക്കൺ പാർത്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ,
നിന്റെ തിരുമുഖ പ്രകാശത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. നിന്റെ പുഷ്ടിയുള്ള മേച്ചിലിൽ ഞങ്ങളെ തൃപ്തരാക്കണമേ. നിന്റെ നൽവരങ്ങളുടെ ശ്രീഭണ്ഡാരത്തിൽ നിന്നും നിന്റെ കരുണയും കൃപയും സമൃദ്ധമായി ഞങ്ങൾക്ക് അയച്ചു നൽകി ഞങ്ങളെ അനുദിനം വഴി നടത്തണമേ. ദൈവമായ കർത്താവേ, നിന്നെ പ്രസവിച്ച നിർമ്മലയും ദൈവജനനിയുമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയായ സകല സൃഷ്ടിയോടും നിനക്ക് അനുകമ്പ തോന്നണമേ. നിന്നെ വഹിച്ചവളായ നിർമ്മല കന്യകയുടെ പ്രാർത്ഥനയായ എല്ലാ കോപശിക്ഷകളെയും സൃഷ്ടിയിൽ നിന്ന് ദൂരീകരിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. പ്രയാസത്തിലിരിക്കുന്നവരെ യഥാസ്ഥാനപ്പെടുത്തണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ. അനാഥരെയും വിധവമാരെയും പോറ്റി പുലർത്തണമേ. പലവിധ ഭാരങ്ങളാൽ ക്ലേശിക്കുന്ന സകലരെയും യഥാസ്ഥാനപ്പെടുത്തണമേ. ദൈവമായ കർത്താവേ, നിർമ്മല കന്യകയുടെ പ്രാർത്ഥനയാൽ ദൂരെയും ചാരയുമായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും കരുണയുടെ ചിറകിൻ കീഴിൽ മറക്കണമേ. പ്രത്യേകാൽ വിദൂരതയിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരുണയാൽ മറക്കണമേ. കോപസൂചകങ്ങളായ വടികളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ തിന്മകളിൽ നിന്നും ശക്തിക്കപ്പുറമായ കഠിന പരീക്ഷകളിൽ നിന്നും നിന്റെ മക്കളെ അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ. കൃപയുടെ മാസാബ്ദങ്ങളെ നൽകണമേ. ദൈവമായ കർത്താവേ, നിർമ്മല കന്യകയെ പോലെ ദൈവത്തെ ഹൃദയത്തിൽ വഹിക്കുവാൻ ഞങ്ങൾക്കും സംഗതിയാകണമേ. ഉത്തമനായ കർത്താവേ, നിന്റെ മാതാവിന്റെ സ്വീകാര്യോഗ്യമായ പ്രാർത്ഥനയാൽ സഭയും അതിന്റെ സന്താനങ്ങളെയും നീതിയിലും ക്ഷേമത്തിലും പരിപാലിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ ഇടവകയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ ചുറ്റുപാടുകളെയും കൃപയോടെ സംരക്ഷിക്കണമേ. അമ്മേ, നിന്നോടുള്ള മധ്യസ്ഥതയാൽ അരിശത്തിന്റെ വടികളെയും കോപസൂചകങ്ങളായ ദണ്ഡനങ്ങളെയും ദൈവമായ കർത്താവ് മാറ്റി ദൂരീകരിക്കുമാറാകണമേ. നിർമ്മല കന്യകയായ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച പരിശുദ്ധ നിർമ്മല കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലയായ മാടപ്രാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഹദേന്മാരുടെ രാജ്ഞിയായുള്ളവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമായ കർത്താവേ, നിർമ്മലയായ കന്യക മറിയാമിനോടൊപ്പം നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും മുടക്കം കൂടാതെ ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.